വളരെ രസകരമായ ഒരു കാര്യമാണ് കേരളം നടന്നുകൊണ്ടിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ വന്ന് അധികാരമെടുത്തപ്പോൾ BJPയുടെ പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹത്തിന് മലയാളം അറിഞ്ഞൂടാ, മുണ്ടുടുക്കാൻ അറിഞ്ഞൂടാ എന്നൊക്കെ പറഞ്ഞ് ചിലർ കളിയാക്കി. അപ്പോൾ അദ്ദേഹം കടുകട്ടി മലയാളം പഠിച്ച് എനിക്ക് മലയാളം അറിഞ്ഞൂടാന്ന് ചോദിച്ച് വിരട്ടി, ഞാൻ മുണ്ടെനിക്ക് ഇടത്തോട്ട് കൊടുക്കാനും അറിയാം, വലത്തോട്ട് കൊടുക്കാനും അറിയാം, എനിക്ക് മടക്കി കുത്താനും അറിയാം. ഭയങ്കര സ്റ്റേറ്റ്മെന്റ് ആണ്. സുരേഷ് ഗോപി സ്റ്റേറ്റ്മെന്റ് ആണ് അടിച്ചത്. പക്ഷേ ഇപ്പോൾ മുണ്ടില്ലാതെ നിൽക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ തൻ്റെ പാർട്ടിക്കാർ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. വെളിനാരുമല്ല സാറേ, സാറിൻ്റെ പാർട്ടിക്കാർ തന്നെ സാറിന് വരിഞ്ഞ് കെട്ടിയിരിക്കുകയാണ്. സാർ എന്ത് വിചാരിച്ച് കേരളത്തെക്കുറിച്ച്? കേരളം നന്നാവോ എന്ന് വിചാരിച്ചോ? കേരളം നന്നാവില്ല സാർ. പൊളിറ്റിക്കലി നന്നാവില്ല, സാറിൻ്റെ BJP നന്നാവില്ല. സാറിനോട് പറയുന്നതിൽ വിഷമമൊന്നും വിചാരിക്കരുത്. സങ്കടത്തോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ പറയട്ടെ, സാർ നന്നാവില്ല. നോക്കൂ, ആദ്യം കൊടിയുടെ വിവാദം വന്നു, അത് കഴിഞ്ഞ് ഫ്ലെക്സിന്റെ വിവാദം വന്നു, ഇപ്പോൾ തറയിലല്ല വിവാദം, ആകാശത്തും വിവാദം. 2 ലക്ഷം രൂപയ്ക്ക് വാങ്ങേണ്ട ഹെലികോപ്റ്റർ 3 ലക്ഷം രൂപ ദിവസ വാടക, 3.5 ലക്ഷം രൂപ വാടക, 1.5 ലക്ഷം രൂപ ഒറ്റ ദിവസത്തിൽ വെട്ട്. എന്തൊരു സുഖമല്ലേ! സദ്യ കൊടുത്തതിൽ വെട്ട്, ഫ്ലെക്സ് അടിച്ചതിൽ വെട്ട്, കൊടി അടിച്ചതിൽ വെട്ട്, ഹെലികോപ്റ്റർ വാങ്ങിച്ചതിലും വെട്ട്, സകലതിലും വെട്ടുമേനിയുള്ള. അപ്പൊ എവരെ നാളെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആക്കിയാൽ, കോർപ്പറേഷന്റെ കൗൺസിലർ ആക്കിയാൽ, കോർപ്പറേഷന്റെ മേയർ ആക്കിയാൽ, ഇവരെ നാളെ MLA ആക്കിയാൽ എന്നായിരിക്കും സ്ഥിതി? വളരെ സങ്കടവും വളരെ കഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഓരോ സാഹചര്യത്തിലും ഇത് അനുവദിക്കാൻ പാടില്ല. അങ്ങയെ വരിഞ്ഞു മുറുക്കും എന്ന് തീരുമാനിച്ചിട്ടുണ്ട് സാർ. ഇവര് വലിയ പ്രശ്നമാണ് സാർ. ഇവരെ കുറിച്ച് പഠിച്ചവർ പറയുന്നത് ഇവർ നന്നാവത്തുമില്ല, മറ്റുള്ളവരെ നന്നാവാൻ അനുവദിക്കത്തുമില്ല. ഇവർ ഇതിനകത്ത് സംഘപരിവാറിൻ്റെ ഒരു കളി കളിക്കും, BJPയുടെ ഒരു കളി കളിക്കും, ഹനുമാൻ സേവ, അങ്ങനെ കുറച്ച് സംഘപരിവാർ സംഘടനകൾ കുറേയുണ്ട്, പരിവാർ സംഘടനകൾ, അവരുടെ എല്ലാം കളികൾ ഇതിനകത്ത് കളിക്കും. പിന്നെ BJPയുടെ കളി കളിക്കും, ABVP കളിക്കും, മഹിളാ മോർച്ച കളിക്കും, യുവമോർച്ച കളിക്കും, കർഷക മോർച്ച കളിക്കും. ഇങ്ങനെ കളിച്ച് അങ്ങേക്ക് 4 ചുറ്റും നിന്ന് പത്മവ്യൂഹം തീർക്കും. അങ്ങേക്ക് ഇപ്പം എന്ത് തോന്നുന്നു? വിട്ടിട്ട് പോകണമെന്നോ ഇത് ക്ലിയർ ചെയ്യുമെന്നോ? ഇട്ടിട്ട് പോണതാണ് മര്യാദ. ഇത് അങ്ങേ കൊണ്ട് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം എന്തറിയാവോ? മാത്രം ആഴത്തിലും പരപ്പിലും പരന്നും ആഴത്തിലുമാണ് ഇത് കിടക്കുന്നത്. ഇത് വലിയ പ്രശ്നമാണ് മാഷേ. 1 അധികാരമോഹം, അസാധ്യമായ അധികാരമോഹം. 2 പരസ്പരം സ്നേഹമില്ല. എന്തെല്ലാം പ്രശ്നങ്ങളാണെന്നേ സമൂഹത്തിൽ കിടക്കുന്നത്. 100 കണക്കിന് പ്രശ്നങ്ങളല്ലേ കേരള സമൂഹത്തിൽ കിടക്കുന്നത്. ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനുള്ള പരിപാടികൾ എന്തുകൊണ്ട്? വല്ലപ്പോഴും സെക്രട്ടേറിയറ്റിനിടയിൽ പോയി ഒരു സമരം നടത്തുന്നതോ, നിയമസഭയുടെ മുന്നിൽ പോയി ഒരു ബഹളം ഉണ്ടാക്കുന്നതോ, മഹിളാ മോർച്ചക്കാരും യുവമോർച്ചക്കാരും കുറച്ച് ബഹളം ഉണ്ടാക്കുന്നതോ അല്ല. കേരളത്തിന്റെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന 100 കണക്കിന്, 1000 ചെറുതും വലുതുമായ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ആ പ്രശ്നങ്ങൾ യുവാക്കളുടെ പ്രശ്നങ്ങളുണ്ട്, ന്യൂജൻ പ്രശ്നങ്ങളുണ്ട്, ഇസഡ്ജന്റെ പ്രശ്നങ്ങളുണ്ട്, വയോധികരുടെ പ്രശ്നങ്ങളുണ്ട്, തൊഴിലാളികളുടെ പ്രശ്നങ്ങളുണ്ട്, വനിതകളുടെ പ്രശ്നങ്ങളുണ്ട്, സാധാരണക്കാരുടെ 100 കണക്കിന് പ്രശ്നങ്ങളുണ്ട്, കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങളുണ്ട്, കശുവണ്ടി തൊഴിലാളികളുണ്ട്, കൈത്തറി തൊഴിലാളികളുടെ പ്രശ്നങ്ങളുണ്ട്, കയർ തൊഴിലാളികളുടേതുണ്ട്, റബ്ബർ കർഷകരുടേതുണ്ട്, ഏലം കർഷകരുടേതുണ്ട്. ഇങ്ങനെ ഞാൻ എണ്ണി പറഞ്ഞുതരാം. 100 കണക്കിന് പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? പറയുന്നതിൽ മറ്റൊന്നും കരുതരുത്. സോറി ടു സേ, നിങ്ങൾ ഇവിടെ ഭരിക്കാൻ നിൽക്കുന്ന പാർട്ടിയാണ്, പക്ഷേ നിങ്ങൾ ജനപക്ഷത്തല്ല. നിങ്ങളുടെ പാർട്ടിക്കകത്തുള്ള കുത്തിത്തിരിപ്പും കുന്നായ്മയും ഇപ്പോഴിതാ പണാപഹരണവും. എത്ര ലക്ഷത്തിന്റെ അപഹരണമാണ് കേൾക്കുന്നത്. കൊടകര കുഴൽപ്പണം അതുവഴി പോയി, തൃശ്ശൂരിലെ കൊടകരയിലെ കുഴൽപ്പണം അതുവഴി പോയി. ഇപ്പോഴിതാ വളരെ കൃത്യമായി വലിയ തോതിലാണ് നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഇങ്ങനെ ഹെലികോപ്റ്റർ വിവാദം ഉൾപ്പെടെ തറയിലുമല്ല, കടലിലുമല്ല, ആകാശത്തുമല്ല, ഇനി കപ്പലിൽ കയറിയതിൻ്റെ കണക്ക് വല്ലതും കിട്ടാനുണ്ടെങ്കിൽ കടലിലുമായി, കരയിലുമായി, ആകാശത്തുമായി, ശൂന്യാകാശത്തുമായി എന്നുള്ള നിലയിൽ വലിയ തോതിലാണ് BJPക്കെതിരെ ഉള്ള ആക്ഷേപം വരുന്നത്. ഇതൊക്കെ നിങ്ങൾ എവിടെ വെച്ചാണ് പ്രതിരോധിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾ പ്രതിരോധിക്കുന്നത്? ഓരോ ദിവസം കഴിയുന്തോറും രാജീവ് ചന്ദ്രശേഖരനെ പൂട്ടാനുള്ള വലിയ സംഘമാണ് ചുറ്റും നിന്ന് തീയിടുന്നത്. ആ തീയിടുന്നതിൽ താങ്കളുടെ ഓഫീസിലുള്ളവരും ഉണ്ടെന്നുള്ളതാണ് വളരെ രസകരമായ കാര്യം. അങ്ങനെയും പറഞ്ഞു കേൾക്കുന്നു. പക്ഷെ എനിക്കിതിനൊന്നും തെളിവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ആരോപണം വച്ചിരിക്കുന്നില്ല. നമ്മളിത് ആരെയും കുറ്റപ്പെടുത്താനില്ല. നിങ്ങൾ നന്നായാലും BJP നന്നായാലും നന്നായില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഞങ്ങൾക്ക് ചാനലിലൊന്നുമില്ല. കാരണം നമ്മൾ ആരുടെയും സ്പോൺസറിങ്ങിലോ അല്ലെങ്കിൽ ആരുടെയും പണം വാങ്ങി ചെയ്യുന്നൊരു ചാനലല്ല. അതുകൊണ്ട് വ്യക്തിപരമായി നിങ്ങൾ നന്നായാലും, വ്യക്തിപരമായി നിങ്ങൾക്ക് മോശം വന്നാലും, രാജീവ് ചന്ദ്രശേഖരന് വ്യക്തിപരമായ ഗുണം വന്നാലും മോശം വന്നാലും നമുക്കൊന്നുമില്ല. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിയമം മാറ്റും. ഇപ്പോൾ എത്ര 100 ദിവസം ആവാൻ പോവുകയല്ലേ.
50 ദിവസം കഴിഞ്ഞില്ലേ, നിയമത്തെ മാറ്റിയോ? അവിടെ ഒരു ആഫീസ് തുറന്നു എന്നുള്ളതല്ലാതെ വേറെ ഒരു ആംബുലൻസ് അനുവദിച്ചു എന്നുള്ളതല്ലാതെ വേറെ വല്ലതും നടന്നോ? ഗൗരവമായ ചോദ്യമാണ്. കഴക്കൂട്ടത്ത് വേറെ വല്ലതും നടന്നോ? കൊല്ലത്ത് വേറെ വല്ലതും നടന്നോ? ചാത്തന്നൂരിൽ വേറെ വല്ലതും നടന്നോ? അപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിൽ സീരിയസ് ആയി വല്ലതും നടക്കുന്നുണ്ടോ? തട്ടുകടയെ കഴിഞ്ഞ ദിവസം ഉള്ള തട്ടുകട പൊളിച്ചടുക്കി. എന്തൊരു ക്രൂരമായ പ്രവൃത്തിയാണ്. തട്ടുകട മാറ്റുമ്പോൾ പകരം അനധികൃത തട്ടുകട മാറ്റുമ്പോൾ അധികൃതമായ തട്ടുകട കൊണ്ടുവരണമെന്നേ. അല്ലെങ്കിൽ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ആ സിറ്റിക്കകത്ത്. എന്തൊരു ദ്രോഹമാണ് ചെയ്യുന്നത്. ശരി, കൊള്ളക്കാരനെ ഒരു കൊള്ള സംഘത്തെ പിടിച്ചു കള്ളക്കച്ചവടം നടത്തുന്നു. ഹോട്ടലുകളിൽ ചെന്നാൽ ഭക്ഷണമില്ല, ഗ്യാസിന്റെ പ്രശ്നങ്ങളും മറ്റു പ്രശ്നങ്ങളും ഉണ്ടെന്ന് ഹോട്ടലിൽ ചെന്നാൽ ഭക്ഷണമില്ല. അപ്പോഴാണ് വഴിയോര തട്ടുകടകൾ ധാരാളമായി ഉണ്ടായിരുന്നു, ജനങ്ങൾക്ക് വലിയ സഹായമായിരുന്നു. അതിനെ പൊളിച്ചടക്കി. ശരി, അതല്ല, അനധികൃതമാണ്, ബിനാമിയാണ്, സമ്മതിച്ചു. പക്ഷെ പകരം സംവിധാനം എവിടെ? ആളുകൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അപ്പൊ നിങ്ങളൊരു പൊളിച്ചടക്കൽ സംവിധാനമായിട്ടാണോ പോണത്? വികസന ആഴ്മഴിഞ്ഞാൽ തോടി കിടക്കണ ചവറും എന്താ പറയാ, ബാക്കി കിടക്കുന്നതിനെ കുറിച്ച് നമുക്ക് പറയാണ്ടിരിക്കുകയാണ് നല്ലത്. എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അപ്പൊ ഇതൊന്നും അല്ല നടക്കും. ഇതിനിടയിലാണ് പിന്നെ കാപ്പ കേസിൽ പെടുന്നപ്പോഴെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നു. എന്താണിത്? എന്താണ് സംഭവിക്കുന്നത് ഇവിടെ? ബി ജെ പിക്ക് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ. നേതാക്കൾ വരും, ബാക്കിയുള്ളൊരു ഗ്രൂപ്പ് കളിക്കും, അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കൂല. സപ്പോർട്ട് കൊടുക്കാതിരിക്കുമ്പോൾ ഒന്നുകിൽ അദ്ദേഹം മാറും, അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റും. കാലാകാലങ്ങളിൽ ബി ജെ പിയിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഒരു ബി ജെ പി പ്രസിഡന്റിനെയും മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ കൂടെയുള്ളവർ സമ്മതിക്കത്തില്ല. എന്നാൽ കൂടെയുള്ളവരാവോ? അതുമില്ല. ഇതിങ്ങനെ കിടക്കും. അതിൻ്റെ വിഷയം വേറൊന്നുമല്ല. അടുത്ത ഗവർണർ ആര്? ഇവിടെ നിന്ന് ഇപ്പോഴേ എല്ലാവരും ഉടുപ്പടിക്കും. അടുത്ത കേന്ദ്രമന്ത്രി ആര്? അടുത്ത രാജ്യസഭ എം പി ആര്? ഇവിടെ നിന്ന് കിട്ടൂല, ലോക്സഭ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ രാജ്യസഭ എം പി ആര്? ഇതിനുള്ള ഷർട്ട് അടിച്ച് വെച്ചിരിക്കുന്ന മുഴുവൻ പേരുടെ ഷർട്ടും സാരിയും വാങ്ങിച്ച് വെച്ചാൽ കേന്ദ്ര നേതൃത്വം പറയണം അടുത്ത 25 വർഷത്തേക്ക് കേരളത്തിൽ നിന്ന് ഒരു മനുഷ്യനെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ നന്നാവും. ഇത് അവിടത്തേക്കുള്ള പോക്കാണ് ഈ പോണത്. എന്താണ് കേൾക്കുന്നത്? അവസാനം രാജീവ് ചന്ദ്രശേഖരനെ 4 ഭാഗത്തു നിന്നും പത്മവ്യൂഹം പോലെ തീർത്ത് അതിനകത്ത് നിർത്തിയിട്ട് പൊരിച്ചു വിടാനാണ് ശ്രമിക്കുന്നത്. ഇത് അദ്ദേഹം ആദ്യം പറഞ്ഞതുപോലെ മുണ്ട് ഇടത്തോട്ട് കൊടുക്കാനും അറിയാം, വലത്തോട്ട് കൊടുക്കാനും അറിയാം, മടക്കി കുത്താനും അറിയാം. പക്ഷെ ഇപ്പം മടക്കി കുത്തേണ്ടത് അകത്ത് തന്നെ മടക്കി കുത്തേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ മായുന്നു. എന്തായാലും ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്കറിയില്ല. നമുക്കൊരു കുറ്റപ്പെടുത്തലുമില്ല, അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ബി ജെ പി നമ്മൾ ഒരു പാർട്ടിയെ നമുക്ക് കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ സുഖമല്ല, വളരെ മോശമായ വാർത്തകളാണ് പൊതുസമൂഹത്തിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്.